പുതിയ പോളിസികൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ സൂര്യ. അത് ചുറ്റുമുള്ളവരിൽ നിന്നും പഠിക്കുന്നതാ. എല്ലാ ഗുണങ്ങളും തികഞ്ഞ് ഒരാൾക്ക് പിറക്കാൻ പറ്റില്ലല്ലോ. ചുറ്റും കാണുന്ന അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സൂര്യ, എന്റെ ഉള്ളിൽ സൂര്യയുടെ സിൻസിയറായ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല, പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റാറില്ല. എന്നെ ഒരു അസൂയക്കാരിയായും ദേഷ്യക്കാരിയായും എല്ലാരും ചിത്രീകരിക്കുമ്പോ ഞാനും അതിന്റെ പാർട്ടായി പോകുന്നതേ ഉള്ളൂ. എടോ, വീട്ടിലെ കാര്യമാണ് താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ചെറിയ നല്ല പ്രവൃത്തി ചെയ്താലും അതിനെ പുകഴ്ത്താൻ ഒരു മടിയും കാണിക്കാത്തവരാ നമ്മുടെ വീട്ടിലുള്ളത്. അതിപ്പോ അമ്മയായാലും ശരി, മുത്തശ്ശിയായാലും ശരി. പക്ഷെ താൻ എന്താ ചെയ്യുന്നത്? താൻ വെറുതെ അവരോട് വാശി കാണിക്കും, തർക്കിക്കാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തും. താൻ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പുറത്തിറങ്ങിയപ്പോ എത്ര സന്തോഷത്തിലായിരുന്നു അവര്. അതേ സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ അവരുടെ സന്തോഷം 100 ഇരട്ടിയാവും. ഓക്കെ സൂര്യ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ജീവിതത്തിലെ കുറെ നല്ല നാളുകള് നഷ്ടപ്പെട്ടവരാ നമ്മള്. ഒരു വീഴ്ചയിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാനാകാതെ നരകിച്ച് എത്രയോ നാൾ. സത്യം പറഞ്ഞ അതിനുശേഷം ദൈവം തന്ന 2ാം ജന്മം. അത് സന്തോഷത്തോടെ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ദൈവം എന്നോടും തന്നോടും ചോദിക്കില്ലേ, എന്തിനാ സൂര്യക്ക് ഇങ്ങനെ ഒരു പുനർജന്മം കൊടുത്തേന്ന്? ഐ എം സോറി സൂര്യ. ഇനി ഞാൻ സൂര്യയുടെ ആഗ്രഹം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറാൻ ശ്രമിക്കാം. നിന്നോട് പറയുവാ നീ മാത്രമറിയുവാ നെഞ്ചാകെ നിറയുമെൻ തീരാത്ത മൊഴി തരാം. തൂവാനിൽ വരും തിങ്കളെ, ആകാശം തൊടും തെന്നലെ, നീ ആനന്ദമായെന്റെ രാവിന്റെ കൺമൂടവേ. മോളെ, കേസും കഴിഞ്ഞൊരു പോക്ക് പോയിട്ട് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. ആ, കുറച്ചു കാലം ഇവിടെ നിന്നതല്ലേ, അതിന്റെ കുറച്ച് തിരക്ക് വന്നു കയറി. അതാ പിന്നെ വിളിക്കാതിരുന്നേ. ഞാൻ പത്രത്തില് വായിച്ചായിരുന്നു, ബാംഗ്ലൂരിലൊരു ഡോക്ടറിന്റെ കൊലപാതകത്തിന് പുറകെ. അതെ, സത്യം പറഞ്ഞ അത് ഒരിടത്തും എത്തിയില്ല. ഭരണകക്ഷിയിൽപ്പെട്ട 2 MLA-മാരുണ്ട് പുറകെ. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് കടുപ്പാ. മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ചെറിയമ്മേ, രാധികയുടെ വിശേഷം എന്തൊക്കെയുണ്ട്? രാധിക ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പിയാണെന്ന് വെറുതെ ഒന്നും പറഞ്ഞാ പോരാ മോളെ. വരുണ അവളും തമ്മിലുള്ള ജീവിതം സ്വർഗത്തിന് തുല്യ. മാത്രല്ല മോള് കൊടുത്ത ധൈര്യവും ചങ്കൂറ്റും ഒക്കെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. വരുണിന്റെ ഭാഷയിൽ പറഞ്ഞ രാധിക ഇപ്പൊ നല്ലൊരു ഫൈറ്ററാ. വെരി ഗുഡ്. പിന്നെ ചെറിയമ്മേ, എനിക്കൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. ഇരിക്കും.
റൈറ്റ്? സാർ അത് പിന്നെ തന്നെ പോലുള്ള ഒരാളുടെ മനസ്സ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ എനിക്ക് തെറ്റൊന്നും പറ്റില്ല. പഴയ കാലത്തെ തെറ്റുകളൊക്കെ പുതിയ കാലത്തിലെ ശരികളല്ലേ? അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. സാർ ഏട്ടൻ വയ്യാതിരിക്കുമ്പോ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. ഓ യൗവനം നഷ്ടപ്പെടുത്തുന്ന പെണ്ണിനോടുള്ള സെന്റിമെന്റ്സ്. സാരമില്ല, ഞാനിത് അറിഞ്ഞു എന്ന് കരുതി തനിക്ക് ഒരു ടെൻഷനും വേണ്ട. എന്റെ ഒരു ചിന്തയില് മധുരം കഴിക്കാവുന്ന പ്രായത്തിൽ അത് കിട്ടുന്ന എല്ലാ സ്ഥലത്തു നിന്നും നമ്മളത് സ്വീകരിക്കണം എന്ന് തന്നെയാ എന്റെ ഒപ്പീനിയൻ. തന്റെ അച്ഛനെക്കാളും എനിക്ക് കൊള്ളാവുന്ന കമ്പനി താനാ. കേറ്.